ഹൗ ടു മേക്ക് ബീഫ് അച്ചാർ. അപ്പോൾ വെൽക്കം ബാക്ക് ഗൈസ്. അച്ചാർ ഉണ്ടാക്കാം, ബീഫ് അച്ചാർ. ബീഫ് എടുക്കുക, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്താൽ കുക്കറിലിടുക, വേവുന്ന വരെ വിസിലടുപ്പിക്കുക. വെള്ളം ഒഴിക്കട്ട, വെള്ളം താനെ വന്നോളൂ. കണ്ടില്ലേ വെള്ളം വന്നത്? നിറച്ച് വെള്ളമില്ലേ. ഇനി ഈ വെള്ളം വറ്റി പോകുന്നത് വരെ നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് കത്തിച്ച് ഇളക്കി ആയാലും ആ വെള്ളം പോയിക്കോളും. ഇനി കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. തലമുറകളായി കൈമാറി വന്ന അച്ചാറുണ്ടാക്കുന്ന പാത്രം അടുപ്പത്ത് വെക്കുക, എണ്ണ ഒഴിക്കുക, ഇഞ്ചിയിടുക, മൂപ്പിക്കുക. നല്ലോണം മുരിച്ചിട്ടില്ലെങ്കിൽ അച്ചാർ കേടാവുമെന്നാണ് എല്ലാവരും പറയണത്. അതുകൊണ്ട് നന്നായിട്ട് മുരിഞ്ഞോട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വെളുത്തുള്ളി നന്നായിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് മൂപ്പിക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പച്ചമുളക് നന്നായിട്ട് മൂപ്പിക്കുക. ഒന്നായി വരുമ്പോൾ കറിവേപ്പില ഇട്ടിട്ട് അത് അതിൻ്റെ കൂടെ തന്നെ മൂപ്പിച്ചെടുക്കുക. ഇനി ഈ മൂപ്പിച്ചത് ഫുള്ള് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതുവരെ മൂപ്പിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില നന്നായിട്ട് മിക്സ് ചെയ്യുക. പകുതി എടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കുക, പകുതി അതുപോലെ തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ വെന്ത ബീഫ് അതും കൂടി നമ്മളൊന്ന് പൊരിച്ചെടുക്കണം. ഓൾറെഡി വെന്ത ബീഫാണ്, പക്ഷെ എന്നാലും ആ വെള്ളമൊക്കെ ഒന്ന് വലിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കരിയരുത്, പക്ഷെ മുരിയണം. അങ്ങനെ വേണം ഇത് പൊരിച്ചെടുക്കാൻ. ഇനി ഇത് കോരിയെടുത്തതിന് ശേഷം ഇത്ര ആയാൽ മതി. ഇത് കോരിയെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതൊക്കെ ഈ എണ്ണ ചെറിയ ചൂടുള്ള എണ്ണയ്ക്ക് ജസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഉലുവയും കായം പൊടിച്ചത് തുള്ളി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അരച്ചില്ലേ നമ്മൾ ആ മിക്സ് അതിട്ട് കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് മിക്സ് ആവണം. മിക്സ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ സുർക്ക് ഒഴിക്കാൻ പാടുള്ളൂ. ഇതിങ്ങനെ മൂത്തതിന് മണക്ക് മാറി വരും. അപ്പം നമ്മളതിൽ ആവശ്യത്തിനുള്ള സുർക്ക വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര ലൂസ് വേണോ എത്ര പുളി വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇത് ഫുള്ള് മിക്സായിട്ട് ചെറിയൊരു തിള വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ കോരി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പൊരിച്ച് വെച്ച ബീഫെല്ലാം അതിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് എണ്ണേൻ്റെ കുറവുണ്ട്, അപ്പോൾ എണ്ണ നന്നായി ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സുർക്കി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതുപോലെ വെക്കാം. നെക്സ്റ്റ് ഡേ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ ബീഫ് അടിപൊളിയായി അച്ചാറായിട്ടുണ്ട്. നൈസാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.